ഞാൻ എടുക്കാൻ പോകുന്നത് BSc ഫോർത്ത് സെമസ്റ്റർ കോമൺ ഇംഗ്ലീഷ് പേപ്പർ ആയിട്ടുള്ള സ്പെക്ട്രം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ലിറ്ററേച്ചർ ആൻഡ് മീഡിയ എന്ന് പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിവൈഡഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓതർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അത് എഴുതിയിട്ടുള്ളത് അമാൻഡ മിച്ചാലോ പൗലോ ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ ഓതറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അമാൻഡ മിച്ചാലോ പൗലോ 1966 ഗ്രീസിലെ എഥൻസിലാണ് ജനിച്ചത്. അവരുടെ ഡിഗ്രി പഠനങ്ങൾക്ക് ശേഷം ജേർണലിസം പഠിക്കാനായിട്ട് അവർ പാരീസിലേക്ക് പോയി. കുറേ വർഷങ്ങൾ അവർ ഗ്രീക്ക് പത്രങ്ങളുടെ കോളമിസ്റ്റായി ജോലി ചെയ്തു. 1994 ലൈഫ് ഈസ് കളർഫുൾ ഔട്ട്സൈഡ് എന്ന കഥയ്ക്ക് അവർ അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് ഉപരിപഠനത്തിനായി അവർ ജർമ്മനി, ഫ്രാൻസ്, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. ധാരാളം എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ. അവരുടെ കൃതികൾ പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ എഥൻസിൽ താമസിക്കുന്നു. ക്രിയേറ്റീവ് റൈറ്റിംഗ് പഠിപ്പിക്കുകയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന രീതിയിൽ ഏത് രീതിയിലാണ് ഈ ഒരു ലിറ്ററേച്ചർ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു അനലൈസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സാഹിത്യം ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണെന്നാണ് സാധാരണ പറയാറുള്ളത്. റിയാലിറ്റിയെയും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പക്ഷേ കാലം കഴിയും തോറും കവിതകളും കഥകളും നാടകങ്ങളുമൊക്കെ സമൂഹത്തിൽ മേൽക്കോയ്മയുള്ള വംശങ്ങളുടെയും വർഗ്ഗങ്ങളുടെയും ജാതികളുടെയും ഒക്കെ ഭാവനയായി കാണപ്പെടുന്നു. ഹ്യൂമനിസ്റ്റ് ചിന്തകർ പറയുന്നത് പണ്ടത്തെ പ്രധാന എഴുത്തുകാർ അധികാരവർഗത്തിൻ്റെ ഭാവനകളെ വെല്ലുവിളിക്കുന്ന നായിക കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു എന്നതാണ്. എല്ലാ ഹീറോകളും നമ്മളുടെ കണ്ണ് തുറപ്പിക്കുകയും ലോകത്തെ പറ്റിയുള്ള നമ്മളുടെ ധാരണകൾ വിപുലപ്പെടുത്തുകയും ചെയ്യുന്നു. മിക്കാലോ പൗലോ പറയുന്നത് പണ്ടത്തെ ക്ലാസിക്കുകൾ 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് പുതിയ രീതികളിൽ വായിക്കാമെന്നും മീഡിയ സാധാരണയായി കാണിക്കുന്നതിന് വിപരീതമായി അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താമെന്നുമാണ്. സാഹിത്യം മറ്റുള്ളവരുടെ ജീവിതങ്ങളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. നമ്മളിൽ സഹാനുഭൂതി വളർത്തുവാനും നമ്മളിൽ ഭാവന ഉത്തേജിപ്പിക്കാനും സാഹിത്യത്തിന് കഴിയുന്നു. ഈയിടെയായി വളരെയധികം സിനിമകളും നോവലുകളും കുടിയേറ്റത്തെ ആധാരമാക്കി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യാൻ മാർട്ടിലിൻ്റെ ലൈഫ് ഓഫ് പൈ, ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ, നാദിയൻ ഗോദിമറുടെ ദ പിക്കപ്പ് മുതലായവ ഇതിനുദാഹരണങ്ങളാണ്. മിക്കാലോ പൗലോയുടെ ഈ ലേഖനം അവരുടെ ഒരു പ്രാസംഗത്തിൽ നിന്നും എടുത്തതാണ്. ഗ്രീക്കിലായിരുന്നു ഇത് വിവർത്തനം ചെയ്തത്. കരൺ എമറിക്കാണ് ലേഖകൻ. ലേഖകൻ നമ്മളോട് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റും ഹോമറിൻ്റെ ഒഡീസിയും സെർവാൻറ്റിസിൻ്റെ ഡോൺ ക്യൂഹോട്ടിയും ഗെയ്റ്ററുടെ ദ സൊറോസ് ഓഫ് യങ് വേർത്തറും നമുക്ക് പുതിയ രീതിയിൽ വായിക്കാമെന്നാണ്. വ്യത്യാസങ്ങളെ നാടകീയമായി ചിത്രീകരിക്കുന്നതിനും സഹാനുഭൂതി ഉണ്ടാക്കുന്നതിനും സാഹിത്യത്തിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായത്തിൽ അവർ പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. Once 4 people, a Greek, an Englishman, a German and a Spaniard, decide to write a story each to explain the human condition. The Greek would write about a man who is tossed about on the seas after a war. When he finally returns home, no one, even his wife, recognizes him. The Englishman would write about a young, indecisive prince who can't decide if life is worth living. The Spaniard would write about a farmer who thinks he is a knight. He goes on his rickety horse for a series of foolish adventures. The German would write about a young man who falls in love with another man's wife and dies in the end. ഒരിക്കൽ 4 ആൾക്കാർ, ഒരു ഗ്രീക്കുകാരൻ, ഒരു ഇംഗ്ലീഷുകാരൻ, ഒരു ജർമ്മൻ, ഒരു സ്പെയിൻകാരൻ മനുഷ്യാവസ്ഥ വിവരിക്കാൻ ഓരോ കഥ എഴുതാമെന്ന് തീരുമാനിച്ചു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കപ്പൽ അപകടത്തിൽപ്പെട്ട ഒരാളെപ്പറ്റിയായിരിക്കും ഗ്രീക്കുകാരൻ എഴുതുക. അയാൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ ആരും തന്നെ അയാളുടെ ഭാര്യ പോലും അയാളെ തിരിച്ചറിയുന്നില്ല. ഇംഗ്ലീഷുകാരൻ എഴുതാൻ പോകുന്നത് ചെറുപ്പക്കാരനായ തീരുമാനമൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു രാജകുമാരനെ പറ്റിയാണ്. ജീവിതം അർത്ഥവത്താണോ എന്ന് പോലും അവൻ അറിയില്ല. സ്പെയിൻകാരൻ എഴുതാൻ പോകുന്നത് ഒരു കൃഷിക്കാരനെ പറ്റിയാണ്. അയാളുടെ വിചാരം അയാൾ ധൈര്യശാലിയായ ഒരു പടയാളിയാണെന്നാണ്. ചാകാറായ ഒരു കുതിരപ്പുറത്ത് കയറി അയാൾ ചില മണ്ടത്തരങ്ങൾ ഏർപ്പെടുത്തുന്നു. ജർമ്മൻ എഴുതാൻ പോകുന്നത് മറ്റൊരാളുടെ ഭാര്യയുമായി പ്രേമത്തിലാകുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയാണ്. അവസാനം അവൻ മരിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫാണ് പറയുന്നത്. ഇഫ് വി ലുക്ക് കെയർഫുള്ളി വി സീ ദാറ്റ് ഈസ് ഹൗ ഹോമർ ക്രിയേറ്റഡ് ഹിസ് ഒഡീസി. ഷേക്സ്പിയർ റോട്ട് ഹിസ് ഡ്രാമ. സെർവൻറ്റസ് റോട്ട് അബൌട്ട് ദ ലവ് ഫോർ വാൻഡറിംഗ് ആൻഡ് ഗോദെ റോട്ട് ഓൺ റൊമാൻസ്. Every modern and post-modern narratives follow these patterns. They also have their marginalized heroes or anti-heroes. They become popular and we like them for their interpretations or distortion of things. What do people around them think about him? What do they think of themselves? What image does literature give us about the dreams and quests of Europeans and their ancestors?
നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് ഹോമർ തൻ്റെ ഒഡീസി സൃഷ്ടിച്ചത് എന്ന്. ഷേക്സ്പിയർ തൻ്റെ നാടകം എഴുതിയതും സാർവെൻറ്റീസ് കറങ്ങി നടക്കുന്നതിനെ പറ്റി എഴുതിയതും ഗെയ്റ്റെ പ്രേമത്തെപ്പറ്റി എഴുതിയതുമെല്ലാം അങ്ങനെ തന്നെ. എല്ലാ ആധുനിക ഉത്തരാധുനിക എഴുത്തുകാരുകളും ഈ മാതൃകകളെയാണ് പിന്തുടരുന്നത്. അവയിലെല്ലാം തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ട നായക കഥാപാത്രങ്ങളുണ്ടായിരിക്കും. നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയും അവരുടെ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നു. അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവരെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? അവർ അവരെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? യൂറോപ്യന്മാരുടെയും അവരുടെ പൂർവികന്മാരുടെയും സ്വപ്നങ്ങളെപ്പറ്റിയും മറ്റും എന്ത് തരം ചിത്രമാണ് സാഹിത്യം നൽകുന്നത്? അടുത്ത പാരഗ്രാഫിൽ അവർ പറയുന്നത്, ലെറ്റ് us see the example of Odysseus. Before he reaches Ithaca, he washes upon the island of the Phaeacians. He is naked and in disappointment. He is like the modern refugees who arrive on the shores of Greece. In the eyes of Nausicaa and her friends, he looks terrifying. They think he is like an ill-kept lion. His eyes are burning. He goes out after cattle and sheep or deer in the wilderness. He is hungry and he is want to eat. There is a urgency in his hunger. In the light of the modern refugees, we can see how hungry and miserable they are. Only when they are washed, fed and properly clothed they become human beings. നമുക്ക് ഒഡീസിയൻ്റെ ഉദാഹരണം എടുക്കാം. ഇത്താക്കയിൽ എത്തും മുൻപ് അദ്ദേഹം ഫിയേഴ്സിയൻ്റെ ദ്വീപിൽ എത്തിപ്പെടുന്നു. അവന് ഉടുക്കുവാൻ വസ്ത്രമില്ല. വലിയ നിരാശയിലാണ്. ആധുനിക കാലത്തെ അഭയാർത്ഥികളെപ്പോലെയാണവൻ. അവൻ ഗ്രീസിലെത്താൻ ശ്രമിക്കുന്നു. നൗസികയുടെയും അവളുടെ കൂട്ടുകാരികളുടെയും കണ്ണുകളിൽ ഒഡീഷ്യസ് പേടിപ്പെടുത്തുന്ന ഒരാൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. പട്ടിണിക്ക് ഇട്ടിരിക്കുന്ന ഒരു സിംഹത്തെ പോലെയാണവൻ. അവൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്നു. കന്നുകാലികളെയോ ആടുകളെയോ മാനിനെയോ ഒക്കെ തിന്നാനുള്ള കൊതിയിലാണവൻ. അവന് വിശപ്പുണ്ട്. അവന് തിന്നണം. അവൻ്റെ വിശപ്പിന് വലിയ വ്യഗ്രതയുണ്ട്. ആധുനിക അഭയാർത്ഥികളുടെ കാര്യത്തിലും ഈ വിശപ്പും വ്യഗ്രതയും നമുക്ക് കാണാൻ കഴിയും. അവരെ കഴിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ശരിയായ വസ്ത്രം ധരിപ്പിച്ചാലേ അവർ മനുഷ്യരാവുകയുള്ളൂ. അടുത്ത പാരഗ്രാഫാണ്. ഹാംലെറ്റ് also looks bizarre in the eyes of Claudius and Gertrude. Don Quixote is a madman to villagers he meets. When they ask him why he is moving about in armor in peacetime, he presents himself as a wandering knight, an ambassador of God on earth. Goddess Werther is crazy with love. He sends his servant to Lotte house door so that he can have someone who has been close to her near him. ക്ലൗഡിയൂസിൻ്റെയും ഗെറ്റൂറിൻ്റെയും കാഴ്ചപ്പാടിൽ ഹാംലെറ്റും ഒരു ഭ്രാന്തനാണ്. ഡോൺ കിഹോയ്റ്റിയിൽ കാണുന്ന ഗ്രാമീണർ എന്തിനാണ് സമാധാനം വിളയാടുന്ന സമയത്ത് അവൻ പട്ടാള കവചം ധരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉത്തരം അവൻ അവശർക്ക് നന്മ ചെയ്യാൻ ഇറങ്ങി തിരിച്ച ധൈര്യശാലിയായ ഒരു പട്ടാളക്കാരനാണ് എന്നാണ്. ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി അവർ അവനെ തന്നെ കാണുന്നു. ഗെയ്റ്റയുടെ വേർത്തർ പ്രേമം മൂലം ഭ്രാന്തിലാണ്. തൻ്റെ കാമുകിയായ ഷാലറ്റിൻ്റെ അടുത്തേക്ക് അവൻ തൻ്റെ സേവകനെ അയക്കുന്നു. തൻ്റെ കാമുകിയുടെ സാമീപ്യം അനുഭവിച്ച ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ എന്ന ചിന്തയിലാണ് വേർത്തർ സേവകനെ അവളുടെ അടുത്തേക്ക് അയച്ചത്. അടുത്ത പാരഗ്രാഫാണ്. ദ ക്യാരക്ടേഴ്സ് ഇൻ ദീസ് ബുക്സ് ഹൂ സീ ദ ഹീറോസ് ആസ് ലവേഴ്സ്, റിവാൾസ്, സെർവൻറ്റ്സ്, ഫ്രണ്ട്സ് ഓർ സിംപ്ലി പാസർ ബി think the way we have been taught to think when we come across some unusual, exaggerated or foreign people. Odysseus is a filthy, shipwrecked sailor. Hamlet sees ghosts. Don Quixote is walking on clouds and Werther is ruled by unholy desire. പ്രേമിക്കുന്നവരും എതിരാളികളും സേവകരും കൂട്ടുകാരുമൊക്കെ ആയിട്ടാണ് ഈ പുസ്തകങ്ങളിൽ നാം കഥാപാത്രങ്ങളെ കാണുന്നത്. അങ്ങനെ കാണുന്നവർ അവരെ പഠിപ്പിച്ച രീതിയിൽ തന്നെ അവരെപ്പറ്റി ചിന്തിക്കുന്നു. അസാധാരണമായവരും വിദേശികളും പെരുപ്പിച്ചു കാണിക്കുന്നവരുമൊക്കെ ആയിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. കപ്പൽ ദുരന്തത്തിൻ്റെ അകപ്പെട്ട വൃത്തിഹീനമായ ഒരാളാണ് ഒഡീഷ്യസ്. ഹാംലെറ്റ് ആണെങ്കിൽ ഭൂതങ്ങളെ കാണുന്നവൻ. ഡോൺ ക്വിഹോട്ടി വെറുമൊരു സ്വപ്നജീവിയാണ്. വേർത്തർ ആണെങ്കിലോ അന്ധമായ കാമത്താൽ ഭരിക്കപ്പെടുന്നവൻ. What literature does it include the other in all its strange things and peculiarities into the social body? It allows for difference and even says it genius. It thinks difference in a sign of courage. The hero chooses to be a hero. He fights for his freedom or for his ideas. We see that happening in James Joyce Stephen Dedalus, a portrait of the artist as a young man.
സാഹിത്യം ചെയ്യുന്നത് മറ്റേതിനെയൊക്കെ അതിൻ്റെ എല്ലാവിധ അസാധാരണത്വത്തിലും പ്രത്യേകതയിലും സമൂഹ ശരീരത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. അത് വ്യത്യാസത്തെ അംഗീകരിക്കുന്നു. വെറുതെ അംഗീകരിക്കുക മാത്രമല്ല, വ്യത്യാസത്തെ ഒരു പ്രത്യേക സിദ്ധിയായി കണക്കാക്കുന്നു. വ്യത്യാസം ധൈര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നായകൻ ആ സ്ഥാനം സ്വയം തിരഞ്ഞെടുക്കുകയാണ്. അവൻ തൻ്റെ സ്വാതന്ത്ര്യത്തിനും തൻ്റെ ആശയങ്ങൾക്കും വേണ്ടി പടപൊരുതുന്നു. ജെയിംസ് ജോയ്സിൻ്റെ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ, അതിലെ കഥാനായകനായ സ്റ്റീഫൻ ഡെഡാലസിൽ അത് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അടുത്ത പാരഗ്രാഫാണ്. ഫിക്ഷൻ ടീച്ചസ് അസ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി അബൌട്ട് ഡിഫറൻസസ്. Anthropological studies, psychoanalysis and sociology gives us theoretical description for what a novel teaches about the persons and their experiences. Aristotle called tragedy as a imitation of an action. It tries to understand the mind and the heart of people. All that is human guilt, jealousy, despair, violence, anxiety, irrationality, fear of death can be found in literature. Where education falls into decline because of the lack of imagination or the lack of funds, literature serves as another form of education. When we read the classics of the European tradition, we begin to have a coded, radical understanding of the author. We then accept that the other is a mystery and it is not easy to define them. Odysseus is not a merely filthy, shipwrecked man. We learn much about the people on the island of the Phaeacians where he arrives. Now we see the people, refugees, arriving on the shores of Europe every day. വ്യത്യാസത്തെപ്പറ്റി സർഗാത്മകപരമായിട്ട് ചിന്തിക്കാൻ നോവൽ നമ്മളെ സഹായിക്കുന്നു. നരവംശാസ്ത്ര പഠനങ്ങൾ, മനഃശാസ്ത്ര വിശകലനങ്ങൾ, സാമൂഹ്യശാസ്ത്രം മുതലായവ നോവലിൽ കാണുന്ന കഥാപാത്രങ്ങളുടെയും അവരുടെ അനുഭവങ്ങളെയും പറ്റി സിദ്ധാന്തപരമായിട്ടുള്ള വിശകലനങ്ങൾ നമുക്ക് തരുന്നു. അരിസ്റ്റോട്ടിൽ ട്രാജഡി നിർവചിച്ചത് ദ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ എന്നാണ്. അത് മനുഷ്യരുടെ മനസ്സും ഹൃദയവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യൻ്റെ എല്ലാത്തരം വികാരങ്ങളും സാഹിത്യത്തിൽ കാണാൻ പറ്റും. കുറ്റബോധം, അസൂയ, നിരാശ, അക്രമം, പേടിപ്പെടുത്തുന്ന ചിന്തകൾ, മരണഭയം മുതലായവ. വിദ്യാഭ്യാസം തകർച്ച നേടുമ്പോൾ സാഹിത്യം അത് പകരമായി വയ്ക്കാൻ പറ്റും. വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച സംഭവിക്കുന്നത് ഭാവനയുടെയോ പണത്തിൻ്റെയോ കുറവ് കൊണ്ടായിരിക്കാം. നമ്മൾ യൂറോപ്യൻ ട്രഡീഷനുകളുടെ ക്ലാസിക്കൽ വായിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരെ പറ്റി വിപ്ലവകരമായിട്ടുള്ള അടുക്കും ചിട്ടയുമുള്ള ഒരു അറിവ് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും മറ്റുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നൊക്കെയുള്ളത് നിർവചിക്കാൻ പറ്റാത്ത നിഗൂഢ രഹസ്യങ്ങളാണ് എന്ന്. ഒഡീസി വായിക്കുമ്പോൾ നമ്മൾ ദുരന്തത്തിൽ അകപ്പെട്ട വൃത്തിഹീനനായ ഒഡീഷ്യസിനെ മാത്രമല്ല കാണുന്നത്. അയാൾ എത്തിപ്പെടുന്ന ദ്വീപിലെ ഫിയേൻഷ്യസിനെ പറ്റിയും നമുക്ക് നല്ല അറിവ് ലഭിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ദിവസേന എന്നോണം യൂറോപ്യൻ തീരങ്ങളിലേക്ക് വരുന്ന അഭയാർത്ഥി പ്രവാഹമാണ്. അടുത്ത പാരഗ്രാഫാണ് പറയുന്നത്. വി കാൺ ലീവ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ റെഫ്യൂജീസ് ടു ദ മാസ് മീഡിയ ഇഫ് വി ഫോർഗെറ്റ് ദ റെഫ്യൂജീസ് ഓഫ് ലിറ്ററേച്ചർ ലൈക്ക് ഒഡീഷ്യസ്, റോബിൻസൺ ക്രൂസോ ആൻഡ് മിക്കേൽ ടേർണലിസ്റ്റ് ഫ്രൈഡേ. We will remain trapped in the feeling of the refugees are a homogeneous mass of people that have come to trouble the West. Literature changes imaginary fear and pity into positive action. It tells us the other is not what it seems. അഭയാർത്ഥി പ്രശ്നം മാസ് മീഡിയകൾക്ക് മാത്രം കൈകാര്യം ചെയ്യാനായി വിട്ടുകൊടുക്കേണ്ട ഒരു പ്രശ്നമല്ല. സാഹിത്യത്തിൽ നമ്മൾ ഒഡീഷ്യസ്, റോബിൻസൺ ക്രൂസോ, മൈക്കൽ ടെർണിയസിൻ്റെ ഫ്രൈഡേ മുതലായ അഭയാർത്ഥികളെ കാണുന്നുണ്ട്. നമ്മൾ അവരെയൊക്കെ മറന്നാൽ നമ്മൾ അപകടകരമായ ഒരു ചിന്തയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. അഭയാർത്ഥികളെല്ലാം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെ വിഷമവൃത്തിയിലേക്കാക്കാൻ ഉറങ്ങിപ്പിറപ്പെട്ട ഏക സ്വഭാവമുള്ള ഒരു കൂട്ടം മനുഷ്യരാണ് എന്നതാണ് ആ അപകട ചിന്ത എന്ന് പറയുന്നത്. അത്തരം പേടിയെ സാഹിത്യം മാറ്റുകയും അതിനെ സഹാനുഭൂതിയിലേക്കും അഭയാർത്ഥികൾക്കു വേണ്ടി കാര്യമായി എന്തെങ്കിലും ചെയ്യുന്നതിലേക്കും നമ്മെ നയിക്കും. സാഹിത്യം നമ്മളോട് പറയുന്നത് ഇതാണ്, മറ്റുള്ളവർ പുറത്ത് കാണുന്നത് പോലെ മാത്രം അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുദ്ദേശിച്ചത് അഭയാർത്ഥികളായിട്ട് വരുന്ന ഓരോ കൂട്ടം ആളുകളുടെ ലിറ്ററേച്ചർ, ഓരോരുത്തരും എഴുതിയിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചാണ് ഇവർ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കാണുന്ന ആ ഒരു കഥാപാത്രങ്ങളെ നമ്മൾ പേടിപ്പെടുന്ന രീതിയിലാണ് അഭയാർത്ഥികളെ നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു സഹാനുഭൂതിയുടെ രീതിയിൽ കൂടെ അവരെ കാണാനുള്ള ഒരു വീക്ഷണം നമുക്ക് ഓരോ സാഹിത്യ കൃതികളിൽ നിന്നും ലഭിക്കുമെന്നുള്ളതാണ് ഇവർ ഇതിനകത്തൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീക്ഷണ സ്ഥിരതയെക്കുറിച്ചും നമ്മളെ വീക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചുമാണ് ഇവരെന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പരാമർശിക്കുന്നത്. അപ്പോൾ അമാൻഡ മിച്ചാലോപോലോയുടെ ഡിവൈഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓതർ എന്നുള്ള ഒരു കൃതിയിലൂടെ നമുക്കത് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.